बोलता पुलिस है ना, बोलता पुलिस सहायता करने के लिए, और पुलिस सहायता नहीं करता है, अत्याचार करता है पुलिस, अत्याचार करने के लिए पुलिस से बनाया जाता है। पुलिस किस लिए आता है? गरीब का फैसला करने के लिए, इसको थाने में बैठा के रख ले और इससे प्रोपेगेंडा चलाता है। ये कहाँ का इंसाफ है? कहाँ का इंसाफ है? जरा ये बताइए ना पहले आप लोग। എല്ലാ ഭക്തജനങ്ങൾക്കും കുംഭമേള വീഡിയോയിലേക്ക് സ്വാഗതം. ഭക്തജനങ്ങളെ, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരുന്ന വീഡിയോ അങ്ങകലെ ഉത്തർപ്രദേശിൽ പ്രയാഗ്രാജ് നടക്കുന്ന കുംഭമേളയുടെ വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, കുംഭമേളയിൽ കൂട്ടം തെറ്റിയ ആളുകളെ തിരയുന്നതിനിടയിൽ പോലീസ് അവരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഈ ലോകത്ത് എവിടെയായാലും പോലീസുകാർ ഒറ്റപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ മഹാ പച്ച പാവങ്ങളാണ്. അവർ 2, 3, 4 കൂടിക്കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട ചെറ്റകളാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നുവെച്ചാൽ നല്ല പോലീസുകാരുണ്ടാകും, മോശം പോലീസുകാരുണ്ടാകുകയെ. എന്നാലും ചെറ്റത്തരമാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു അപ്പീലുമില്ലാതെ, ഒരു ചോദ്യമില്ലാതെ വെറുതെ ഇട്ടിട്ട് മനുഷ്യനെ പേറുക. ഞാൻ ആലോചിച്ച് നോക്കിയാൽ, ഈ യൂണിഫോമൊക്കെ ഉണ്ടല്ലോ, കാക്കി യൂണിഫോം, ഇതൊക്കെ കിട്ടണമെങ്കിൽ എത്രത്തോളം പണിയെടുക്കണം നിങ്ങൾക്ക് അറിയോ? കുറേ PSC എഴുതി, പിന്നെ SI റാങ്കിൽ എത്തണമെങ്കിൽ അതുപോലെ ഡിഗ്രി ഒക്കെ എടുത്ത് ഒരുപാട് പഠിച്ച ആൾക്കാരും കാര്യങ്ങളൊക്കെയാണ്. എന്നിരുന്നാലും ചില സമയത്ത് ഇവർ ലോക്കൽസ് ആവുകയാണ്, ലോക്കൽസ്. ഇതൊക്കെ പറയുമ്പോൾ എന്താ പറയുക, ഈ വീഡിയോ കാണുന്ന ഏമാമാർക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവും. എന്നോട് ദേഷ്യം ചോദിച്ചിട്ട് കാര്യമില്ല ഏമാമാരെ. കാരണം എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളെ നിയമമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യാം. പക്ഷേ ഈ പ്രയാഗ്രാജിലായാലും ഉത്തർപ്രദേശിലായാലും കേരളത്തിലായാലും പോലീസുകാരുണ്ടല്ലോ ജനങ്ങളെ നേരെ അക്രമം അഴിച്ചിടുന്നത് വളരെ ഹീനമായിട്ടുള്ള, നീചമായിട്ടുള്ള, വൃത്തികെട്ട പരിപാടിയെന്ന് ഞാൻ വീണ്ടും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് കേൾക്കാൻ മനസ്സിൽ നിങ്ങൾ കേൾക്കുക, അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ വഴിക്ക് പോവുക. ഞാൻ എൻ്റെ വഴി വീണ്ടും ഇതുപോലെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു.